രാവിലെ എണീറ്റ് അടുക്കളയുടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച പൊന്നു മക്കളെ, ഞാനാകെ വിഷമിച്ച് പോയിട്ടാ. വെള്ളയപ്പം ചൂടാനായിട്ട് തലേ ദിവസം അരച്ച് വെച്ച മാവ് പൊന്തി അവിടെ സ്ലാബുമ്മയും എല്ലാം കുറച്ച് മാവ് അങ്ങനെ പോയി കിട്ടി. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കുറച്ചധികം മാവ് തന്നെ കിട്ടി കേട്ടോ. പിന്നെ മുട്ടക്കുറുമയാണ് വെച്ചത്. പിന്നെ കൈയോടെ പോയി കുളിച്ച് പിന്നെ അതേ എല്ലാ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നിട്ടാണ് നമ്മുടെ വെള്ളയപ്പവും മുട്ടക്കുറുമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ സുധിച്ചേട്ടനുള്ള ടിഫിൻ ബോക്സ് എടുത്തു വയ്ക്കുകയാണ്. സുചേട്ടൻ്റെ പണ്ടത്തെ ഒരു ബോക്സാണ് കേട്ടോ ഇത് ഏതോ ഒരു ക്രിസ്മസിന് സുചേട്ടൻ്റെ മാമൻ ഗിഫ്റ്റ് കൊടുത്തതാണ്. അതിപ്പോഴും സുചേട്ടൻ അതാണ് ഞാൻ കേട്ടോ കൊണ്ടുപോകണേ. പിന്നെ എന്തുറ്റാ അങ്ങനെ ഓരോരോ വെള്ളയപ്പമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളയപ്പവും മുട്ടക്കുറുമയും ഒരു കാലത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. എന്നാൽ ഇപ്പം അങ്ങനെ വലിയൊരു ഫേവറേറ്റ് അല്ല. എന്നാലും സുചേട്ടൻ വെള്ളയപ്പം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു. പിന്നെന്താണ്, സുക്രുമണിനെ സ്കൂളിലോട്ടാക്കാനായിട്ട് സുചേട്ടൻ പോയിരിക്കുകയാണ്. തുമ്പിക്കുട്ടിനെ റെഡിയാക്കി ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പനി കഴിഞ്ഞിട്ട് ദേ ആദ്യമായിട്ട് പോകാൻ പോകണം കേട്ടോ നേഴ്സറിയിലേക്ക്. അപ്പോൾ വലിയ പൊട്ടൊക്കെ കുത്തി കവളത്തുരുമാർക്കൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് വെച്ചപ്പോൾ അതേണ്ട് മഴ ഒന്ന് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ പറ്റി ഞാനൊരു പൊട്ടൊക്കെ കുത്താമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഒട്ടും പൗഡർ ഇടില്ല കേട്ടോ. പൗഡർ ഇടാൻ പാടില്ല, എന്ന മുഖത്ത് ഭയങ്കര ഡ്രൈ ആവും. പിന്നെ അതേ ചക്ക ഒരെണ്ണം വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എൻ്റെ കാലൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ചോറ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി വെച്ച ചോറാണ്. പിന്നെ ചൂടാക്കിയിട്ട് സുച്ചേട്ടന് കൊടുത്തു വിട്ടത്. അപ്പോൾ പിന്നെ ചോറുണ്ടായിരുന്നില്ല. പിന്നെ അതേ അവസാനത്തെ കുറച്ച് മരുന്ന് ബാക്കിയുണ്ടായിരുന്നു, അത് തുമ്പിക്കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ അതേ സുച്ചേട്ടനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം കൊണ്ടിട്ടാണ് കക്ഷി വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പാൽപ്പായസം. അത് എവിടത്തെ ആയാലും, ഗുരുവായൂരത്തെയാണ് ഏറ്റവും ഇഷ്ടം, എവിടത്തെ ആയാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്ര ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.